ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم أفوض أمري إلى الله إن الله بصير بالعباد. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. ألا يا رسول الله يا خير مرسلين ومن جوده خيرا النوال ينيله عليك صلاة الله ثم سلامه بتعداد مقدر من الصعب ينزلوا. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടെ പരിശുദ്ധ ഇൽമു ദിക്ർ സ്വലാത്തിൻ്റെ മജ്ലിസിൽ സംബന്ധിച്ച വന്ദ്യരായ പണ്ഡിതരെ, സാദാത്തുക്കളെ, നേതാക്കളെ, പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, വിശിഷ്യ മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ അവൻ്റെ അടിമകളുടെ മജ്ലിസായി നമ്മിൽ നിന്ന് അംഗീകരിക്കട്ടെ. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും നമ്മെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, ഈ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുടെയും എല്ലാവിധ ദോഷങ്ങളെയും മുട്ടുപുറത്ത് മാപ്പാക്കി ഇഹത്തിലും പരത്തിലും ഉത്തമ ഉമ്മത്തികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാനൊരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല. പ്രസംഗം, ഉജ്ജ്വലമായ പ്രസംഗം നിങ്ങൾ കേട്ടു. കുറഞ്ഞ വാക്കുകളാണെങ്കിലും അത് വിശദീകരിച്ചാൽ ധാരാളം പറയാനുള്ള പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. വളരെ ഷോർട്ടായാണ് മൂപ്പര് വിഷയം അവതരിപ്പിച്ചത്. അല്ലാഹു തആല നമുക്കും അദ്ദേഹത്തിനും ദീനിന് സേവനം ചെയ്യാനുള്ള സന്മനസ്സും തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ആഫിയത്തോടെ ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുകയല്ല. ചിലർ ഇങ്ങനെ ഓർക്കുന്നുണ്ടാവും, 12 ആയല്ലോ, ഇനിയിപ്പോൾ എന്തായാലും വാഴുന്നത്. നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സന്തോഷിക്കുന്നു. സാധാരണ ഇപ്പം ഞാനിങ്ങനെ പരിപാടികൾ ഏൽക്കലോ പോകലോ ഇല്ല, വാക്കും പോകാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് നല്ലൊരു സന്തോഷം. അതെന്താ, റമദാനിലെ ഇനി 3 മറ്റോ രാത്രികളെ ബാക്കിയുള്ളൂ. ഞായർ, വ്യാഴം 22, വെള്ളി 23, ശനി 24, ഞായർ 25-ാമത്തെ രാവ്. ഇന്ന് 25-ാം രാവ്. അത് പറയുമ്പോൾ ഇന്ന് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ സമയം വഴിയതിൽ, വിശിഷ്യ 12 മണി ആയതിൽ സന്തോഷിക്കുന്നു. അല്ലാഹ് സ്വീകരിക്കണേ റബ്ബേ. ഇന്നാണ് തന്നെ ആ പറയപ്പെട്ട ദിവസമെങ്കിൽ ഈ പാവികളെ അതിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും അതിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. രാത്രി പകുതിയായ സമയത്ത് ഈ മുതഅല്ലിമീങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നോട് യാചിക്കുന്നു റബ്ബേ. അപ്പം അതുകൊണ്ട് ഈ സമയം ഉണർത്താനുള്ളത് പ്രധാനമായും ഈ അവസരം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഞാനൊന്നും ചെയ്യലില്ല, തെറ്റൊന്നും ചെയ്യലില്ല, ദോഷമൊന്നും ചെയ്യലില്ല എന്നാ. അപ്പം നമ്മൾ മനസ്സിലാക്കിയ ദോഷം എന്തോ അതെനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. സ്ഥിരമായി നമ്മൾ, ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ്, സ്ഥിരമായി നമ്മൾ വലതു ഭാഗത്തേക്ക് തുപ്പുന്ന സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ കറാഹത്തല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്ഥിരമായി ചെയ്യുമ്പോൾ അത് ഹറാമിന് ഫലം ചെയ്യും. ചെറിയൊരു ഉദാഹരണം പറയുന്നത്,
അങ്ങനെ നിത്യേന ശ്രദ്ധിക്കാതെ അത്തരം ചെറിയ ചെറിയ ദോഷങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിൽ അവസാനം എത്തുമ്പോൾ നടക്കാൻ നേരത്ത് ഇങ്ങനെ പോകാം. അത്ര പറഞ്ഞാൽ മതിയല്ലോ. നന്മയും തിന്മയും നമ്മുടെ രണ്ട് സൈഡിൽ എഴുതുന്നുണ്ട് നമുക്കറിയാലോ. അപ്പൊ ഈ സൈഡ് ഇങ്ങനെ താഴ്ന്നു പോകും. ആ സ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബേ, ഞാൻ ആ ചെയ്യുന്നത് എൻ്റെ ഹബീബിന്റെ സുന്നത്തിന് വിരുദ്ധമാണ് നാഥാ, അതിനെനിക്ക് മനസ്സ് തരരുതേ അല്ലാഹ്. അവിടെ വലഭാഗത്ത് ഏറ്റവും ചെറിയൊരു ഉദാഹരണം, ഞാനാ ചെയ്യുന്നത് എൻ്റെ ഹബീബിന്റെ സുന്നത്തിന് വിരുദ്ധമാണ്, അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ റബ്ബേ. അതുപോലെ എന്നിൽ ഇത്തരം എന്തെല്ലാം സംഭവിക്കുന്നുവോ അതുകൾ മുഴുവനും എന്നിൽ നിന്ന് നീ മായിച്ച് കളയണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമദാനിന്റെ ശറഫ് കൊണ്ട്, ഈ പരിശുദ്ധ റമദാനിൽ ഇറങ്ങുന്ന മലക്കുകളുടെ ശ്രേഷ്ഠത കൊണ്ട്, ഈ പരിശുദ്ധ റമദാനിൽ നിനക്ക് വണങ്ങിയ ഇബാദത്ത് ചെയ്ത ആബിദീങ്ങൾ, ആരിഫീങ്ങൾ, ആശിഖീങ്ങളുടെ മഹബത്ത് കൊണ്ട്, അവരുടെ സ്ഥാനമാനങ്ങളെ കൊണ്ട് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് ഈ സദസ്സ് വിട്ടു പിരിയുന്നത് വരെ നിങ്ങളുടെ കൽബില് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഒരു ചിന്ത കൊണ്ടുവരൂ. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷം പുറത്തു തരട്ടെ. ആമീൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി കുറഞ്ഞ ദിവസങ്ങളുള്ളൂ, 3 രാവായിനിയുള്ളത് ഇന്നത്തെ നടക്കം. അപ്പൊ ഇന്നില്ലെങ്കിൽ പിന്നെ എന്നാ എന്നുള്ളതൊരു ചിന്ത വേറെ. അപ്പൊ മിക്കവാറും ഇന്നാവാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് അള്ളാഹുവിനോട് പറയാ, റബ്ബേ, ഈ സദസ്സാൻ വിട്ടു പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ദോഷം പുറത്തു തന്നെ അള്ളാഹ്. കൽപ്പറിഞ്ഞ് പറയാ, തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ, അതിന് കാര്യമില്ല. എന്താ കുട്ടിയെ മീന്ന് വരാം, എടി ഞങ്ങൾ പോയിരുന്നോ, അതുകൊണ്ടായില്ല. നമ്മൾ പറയുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ 24 മണിക്കൂർ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഒരു തുള്ളിയിൽ നിന്ന് ഇത്രയും അത്ഭുതകരമായ, ലോകത്തെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ അത്ഭുതകരമായ നിലയിൽ സൃഷ്ടിക്കുകയും 24 മണിക്കൂർ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മെ പോറ്റുകയും ചെയ്യുന്ന അല്ലാഹ്, ആ റബ്ബിനോടാണ് ഞാൻ ഈ പറയുന്നത്. റബ്ബേ പൊറുക്കണേ. ആ ഒരു ബോധത്തോടു കൂടെ ഈ സദസ്സെന്ന് പോകുന്നത് വരേക്കെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ അപേക്ഷിക്കുന്നു. എങ്കിലൊരു പക്ഷേ സലാമത്താവും. എന്നിട്ട് നമുക്കൊരല്പം ദിക്റും സലാത്തും ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവതനുസരിച്ച് ചോദിച്ചിട്ട് നമുക്ക് പിരിയാം. അപ്പൊ സമയം വഴുകുന്നുണ്ടല്ലോ എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷ ദുഃഖം എനിക്ക് അറിഞ്ഞൂടാ. മുഷ്പൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലേ? എല്ലാവരും ഒന്നും പറയാത്ത പുഷ്പുണ്ടാവില്ല. അല്ല, സമയം വഴുകുന്നിടത്തോളം വരെ നമ്മളങ്ങനെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മൾ സമയം വഴുകും തോറും നമ്മുടെ കൽബ് തുറക്കുക. രാത്രി പകുതി കഴിഞ്ഞാൽ കൽബ് തുറക്കുക ചെയ്യുക, അടക്കല്ല. അപ്പൊ നമ്മുടെ കൽബ് തുറന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങും തോറും അള്ളാഹുവിൻ്റെ മാലാക്കമാര് വന്നുകൊണ്ട് നമ്മുടെ ദ്വാന സ്വീകരിക്കണേ എന്ന് പോലും അള്ളാഹിനോട് പറയും. കഴിച്ചിലായില്ലേ? അപ്പൊ അതാണ് മനുഷ്യൻ. വളരെ അത്ഭുതകരമായ ഒരു സൃഷ്ടി. അവൻ്റെ കൂടെ 24 മണിക്കൂറും. അപ്പൊ കാഫറിന്റെ കൂടെ ഉണ്ടോന്ന്? കാഫറിനെ പിന്നെ പഠിച്ചേക്കുന്നതാരാ? പിണറയ്യ. അള്ളാഹുവാണ് എല്ലാ സാധനങ്ങളെയും സൃഷ്ടിച്ചവൻ. അള്ളാഹുവാ. കല്ലും മുള്ളും ഇൻസും ജിന്നും മനുഷ്യനും മലക്കും ജീവുള്ളതും ഇല്ലാത്തതും സർവ്വ സാധനങ്ങളും. ഈ ഒരു സാധനങ്ങൾ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കുദറത്ത് വേണം, അല്ല സാധ്യമല്ല. നിലനിൽക്കൂല, സാധനം ഉണ്ടാവില്ല. അങ്ങനത്തെ റബ്ബാണ് 24 മണിക്കൂർ നമ്മുടെ കൂടെ ഓരോ ശ്വാസോച്ഛ്വാസം ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് അവനോട് കൽപ്പറിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ്, പഠിച്ചോനെ, ഞാനിതൊന്നും മനസ്സിലാക്കാതെ അനേകം ദോഷങ്ങൾ ചെയ്തു, റബ്ബേ പൊറുക്കണേ അല്ലാഹ്. ഈ പുറത്തു തന്നില്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാണ്. അതാ മുത്ത് ഹബീബിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് ഈ പരിശുദ്ധ റമദാനിൻ്റെയും റമദാനിലെ ഇബാദത്ത് ചെയ്തവരുടെയും
ശ്രേഷ്ഠത കൊണ്ട് പൊറുക്കണേ എന്ന് കൽപറഞ്ഞ് കണ്ണ് നനച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, വീട്ടിലെ കാര്യമോ നാട്ടിലെ കാര്യമോ മറ്റോ ചിന്തിക്കാതെ ഖൽബ് അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് അല്പസമയമെങ്കിലും പടച്ചോനെ പുറത്തു തരണേ എന്ന് പറയണേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഞാൻ സംസാരം നീട്ടുന്നില്ല, അതിനുള്ള അവസരവും അല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വദാകിരീൻ അല്ലാഹ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, വദാകിരീൻ അല്ലാഹ് കസീറൻ വദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന പുരുഷന്മാർ, അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന സ്ത്രീകൾ, അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത്, വണ്ണമായ കൂലിയും തയ്യാർ ചെയ്തിരിക്കുന്നു. അപ്പൊ അള്ളാഹ് ഓർക്കുക കഴിയുന്നത്ര, എങ്കിൽ ദോഷം പൊറുക്ക തന്നെ ചെയ്യും, സംശയമല്ല. അള്ളാഹുവേ നീ പറഞ്ഞതല്ലേ വദാകിരീൻ അല്ലാഹ കസീറൻ വദാകിറാത്ത്, അതുകൊണ്ട് എൻ്റെ ദോഷം പൊറുക്കണമെന്ന് അള്ളാഹുവിനോട് ന്യായം പറയാം. പക്ഷെ എനിക്ക് കഴിയണം, അള്ളാഹുവിനെ ഓർക്കണം. ഏതോ ഒരു സാധനം കാണുകയാണെങ്കിലും എന്തൊരു വിഷയം വരികയാണെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് അല്ലാഹുവാ. ഇപ്പോൾ അവിടെ ഇങ്ങനെ ഇറാനും ഇസ്രയേലും മറ്റേ അമേരിക്ക സാർ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഇതെന്ത് കാരണങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ അറേബ്യൻ നാടുകളിലേക്കും കുറേശ്ശെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനെന്താ കാരണങ്ങളുണ്ട്. മതിമറന്ന് ജീവിച്ചതാരോ അവരൊക്കെ അല്ലാഹു തആല പിടിക്കും, അവരൊക്കെ അല്ലാഹു തആല പിടിക്കും. പണ്ട് സുനാമി ഉണ്ടായതുപോലെ കഥ പറയല്ല. അപ്പോ അതിനും ചില കാരണങ്ങളുണ്ട്. പക്ഷെ ഇതിനെ നമ്മൾ തോൽക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. എത്രമാത്രം വിജയിക്കും അതും ഇപ്പൊ പറയണില്ല. അത്യാവശ്യം കൊടുത്തു തന്നെ നിൽക്കുള്ളൂ എന്നാ പോരെ. അത് അതിൻ്റെ ആളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം. സുൽത്താനിലെ റൂഫിൽ സുൽത്താനാണ് ലോകം ഭരിക്കുന്നത്. അത് അതിൻ്റെതായ ഒരു മന്ത്രിസഭയാണ്. അപ്പം അവർ മുഖേന അള്ളാഹുവിലേക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അറിയില്ല. ചിലപ്പോൾ ലാഹിറിൽ ഇവിടെയുള്ള ആളുകളാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മലയിൽ ഒഴിഞ്ഞിരിക്കുന്നവരാവാം, ആരുമാവാം. പ്രസിഡന്റ്, സുൽത്താൻ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ അവർക്ക് ഒരാളെയും രണ്ടാളിനെയും എല്ലാം പാസ് ചെയ്യാൻ കഴിയുക? 1,00,000 ആളുകളിലേക്ക് ഒരേ സമയം. ഇതൊക്കെ പറയുമ്പോൾ ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കൂട്ടോ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല. അത് ചോദിച്ചോളൂ. ഇപ്പോൾ കാലം അങ്ങനെയല്ലേ, കൊണ്ടാൻ പാടില്ലല്ലോ. പിന്നെ അതിനങ്ങനെ ചിക്കി കുത്തി കാക്ക ചനക്കണമാതിരി ചനക്കി നടക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഭരണം നടത്തുന്നത് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, മശായിഖുമാർ, അവരുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. അത് ഓരോ സ്റ്റേറ്റിൽ നിന്നുണ്ടാവാം, രാഷ്ട്രങ്ങളിൽ നിന്നുണ്ടാവാം. അപ്പം ഇതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് അവരാണ്. അതാണ് ആദ്യം തന്നെ ഇസ്രായേലിനെ കൊണ്ടടിപ്പിച്ചത്. കുറ്റം ഞമ്മക്ക് വേണ്ട. ഇനി എത്ര അങ്ങോട്ട് കാട്ടിയാലും ഓർവില്ല. അതിൻ്റെ നേതാവിനെ കൊല്ലുകയും ചെയ്തു. പിന്നെ നീ എന്താ വേണ്ട, വല്ല മുഴുവൻ കൊന്നാലും ഒരു കുഴപ്പമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവിടെ വിഷമിക്കുന്ന നമ്മുടെ മാന്യ സുഹൃത്തുക്കളും മക്കൾ, അള്ളാഹു തആല അവർക്ക് സമാധാനം നൽകട്ടെ. അവരുടെ ജോലികളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ആ നാടിനെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ഖത്തർ, സൗദി, UAE, ബഹ്റൈൻ, ഒമാൻ ഒക്കെ നമ്മുടെ മക്കൾ ധാരാളമുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് അവരിൽ നിന്ന് ധാരാളം സഹായം കിട്ടുന്നതും ആണ്. സൗദി ആദ്യം കുറവായിരുന്നെങ്കിലും ഇപ്പോൾ സൗദിയിൽ നിന്നും ധാരാളം സഹായം വന്നുകൊണ്ടിരിക്കുന്നു. അവരെയെല്ലാം അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അവർക്ക് അല്ലാഹു തആല സഹായം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, വേണ്ടത് ചെയ്ത് എളുപ്പം അവസാനിപ്പിച്ച് തരണേ അല്ലാഹ്. ചെയ്യാതെയല്ല, വേണ്ടത് ചെയ്തിട്ട് മതി. ചിലതുണ്ട് ചെയ്യാനുള്ളത്, അത് ചെയ്തിട്ട് അവസാനിപ്പിച്ച് തരണേ റബ്ബേ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖിലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൽപ്പം ഇസ്തിഗ്ഫാറും ദിക്റും സലാത്തും ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യമായി തന്നെ പറയാനുള്ളത് അസ്തഗ്ഫിറുല്ലാഹ്. വളരെ കൽബറിഞ്ഞുകൊണ്ട് മറ്റൊരാളിലേക്കും ശ്രദ്ധിക്കാതെ, എൻ്റെ ഖബറിൽ ഞാൻ മാത്രമാണ്. ഇപ്പോൾ അബൂജയുടെ ഭാര്യ മരിച്ചു, ആരോ ഒപ്പം പോയി? ആരും പോയിട്ടില്ലല്ലോ. വളരെ ധർമ്മം ചെയ്യുന്നവരാണ്, വളരെ പേരും പ്രശസ്തിയുമുള്ളവര്.
വലിയ സഹായികൾ ആരായിട്ടെന്താ? ആരെ ഒപ്പം പോയി? ഭാര്യയുടെ പേരിൽ മൂപ്പര് സ്വർണം ദാനം ചെയ്തു. ആ ദാനം ചെയ്തത് അവിടെ ഉണ്ടാവും, ഭാര്യ ചെയ്ത അമലും ഉണ്ടാവും, വേറെ ആരും പോയിട്ടില്ല. ഇതേപോലെ നമ്മളും പോകാനുള്ളവരാണ്. നമുക്കും ആരുമില്ല. റബ്ബേ, എന്നെ 4 പുറ ആളിരിക്കുന്നുണ്ടെങ്കിലും ഖബറിൽ എനിക്ക് ആരും ഉണ്ടാവില്ല, റബ്ബേ പുറത്ത് തരണേ. അപ്പം അത്ര ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരവസരത്തിൽ നമ്മൾ ചെയ്ത ഒരു ദോഷം ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് പറയൂ, അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് അർത്ഥം വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോൾ അല്ലാഹുവേ, നീ അല്ലാത്ത സർവ്വ ചിന്തകളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി അല്ലാഹ് എന്ന ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നിർത്തി തരണേ എന്ന നിയ്യത്തോടെ പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹ്. لا إله إلا الله الملك الحق المبين 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 لا إله إلا الله الملك الحق المبين. ഖാദിമ പല ദിക്ർ
യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എന്നെ നീ ജീവുള്ളതാക്കണേ. യാ ഖയ്യൂം, എന്നെന്നും നിലനിൽക്കുന്നവനെ എന്നെ നീ നിലനിർത്തണേ. അത് നല്ല കൽബിൽ ഉറപ്പിച്ചുകൊണ്ട് പറയുക. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ 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 ഹയ്യു യാ ഖയ്യൂം. റിഫായി ശൈഖ് തങ്ങളുടെ സ്വലാത്ത്. എല്ലാ തരീഖുകാർക്കും സ്വലാത്തുണ്ട്. ഖാദിരി, റിഫായി, ജിഷി, സൂറവർദി, ഇതിലൊക്കെ സ്വലാത്തുണ്ട്. പക്ഷേ റിഫായി ശൈഖ് തങ്ങളുടെ സ്വലാത്തിന് അതൊരു പ്രത്യേകത ഉണ്ട്. വളരെ ഖനപ്പെട്ട ഒരു സ്വലാത്താണ്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ചൊല്ലുക. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله.